നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ തീമോള് എന്താ ചേച്ചി ഇത്? ചേച്ചി എന്താ ഇങ്ങനെ? ചേച്ചിയെ പോലെ എനിക്കും അവളെ ജീവനായിരുന്നു. എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടാണോ? ദീമോള് നിൽക്കേണ്ടത് അവളുടെ ബന്ധുക്കളുടെ അടുത്താ. കോടതിയും പോലീസും ഒക്കെ എപ്പോഴും ബന്ധുക്കളുടെ ഒപ്പം നിൽക്കൂ. എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ഞാൻ ഒരുത്തിയ. വയസ്സുകാലത്ത് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ ലോകപ്പില് കയറ്റിയവള. സ്വന്തം മകളെ പോലെ ദിയമോളെ വളർത്തുവെന്ന് രാജീവ് സാറിനും വിദ്യാമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വന്ന മഹാപാപി. എല്ലായിടത്തും ഞാനൊരു പരാജയ വർഷ. ശാപം കിട്ടിയ ജന്മം എന്റേത്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ചേച്ചി. എന്റെ ചേച്ചിയുടെ ജന്മം ശാപം കിട്ടിയതല്ല, പുണ്യജന്മം. അച്ഛനെ അമ്മയും കേസിൽ പെടുത്താൻ നോക്കിയപ്പോ നമ്മൾ പോലും അറിയാതെ ആരും നമ്മുടെ രക്ഷയ്ക്കെത്തിയില്ലേ? അത് കരുണാകരക്കുറിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പിന്നെ ധാരായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ തലവരെയൊക്കെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ദൈവതുല്യനായ മറ്റേതൊരു വ്യക്തി. അയാളിലൂടെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഗതി മറ്റൊന്നായിക്കൂടെ? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. എല്ലാം ശരിയാവുന്നൊരു വിശ്വാസവും ഇപ്പൊ എനിക്കില്ല. ഉണ്ടാവണം. കലങ്ങിക്കിടക്കുന്ന ചേച്ചിയുടെ മനസ്സ് തെളിയണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ, ക്ഷേത്രദർശനം. എല്ലാ വേദനകളും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന. എതിർപ്പൊന്നും പറയരുത്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോണം. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.